ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ഒരു പുതിയ സബ്ജക്റ്റും ഒരു പുതിയ കണ്ടൻറ്റുമായി വരുന്നു. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഷെയർ ചെയ്യാറുള്ള വിഷയങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, അല്ലെങ്കിൽ യാത്രാ വിവരങ്ങൾ, അല്ലെങ്കിൽ നല്ല അതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇതുപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പം നവരാത്രി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വീഡിയോയ്ക്ക് പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു സകല കലാവല്ലഭൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു നമ്മുടെ രാഷ്ട്രസേവകൻ എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിനുള്ള വൈഭവം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ വൈറലായിരിക്കുന്ന അദ്ദേഹം തന്നെ എഴുതിയ ഗാനം ഗർബ, അത് നമ്മുടെ ഗുജറാത്തിൽ വളരെ പ്രശസ്തമായ ഗർബ പാട്ടുകൾ അല്ലെങ്കിൽ ഡാൻസ് ഫോം, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അദ്ദേഹം എഴുതിയ ഈ ഗാനം അത് വളരെ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഗാനം മാത്രമല്ല, ധാരാളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഈ ഗാനം വളരെ പ്രശസ്തമായിരിക്കുന്നു. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ദേവിയുടെ, നമ്മുടെ ദുർഗാദേവിയുടെ അല്ലെങ്കിൽ നവരാത്രി സമയങ്ങളിൽ ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഇതിൽ വരും വിധം അത് ആൽബം ചെയ്തിരിക്കുന്നു നന്നായിട്ട് എന്നതുകൂടിയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് നല്ല വേണ്ട വിധം നന്നായിട്ട് അതിന് ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഈ ഗർഭാഗാനം ഗംഭീരമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പം ഇതോടുകൂടി നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ, 10 ദിവസം നീണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ, അതിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. ഇന്നിപ്പോൾ 5-ാം ദിവസം, 6-ാം ദിവസം പിന്നിട്ടതേ ഉള്ളൂ. അപ്പോൾ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മുംബൈ പോലുള്ള വലിയ മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ നമ്മുടെ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിൽ ഇത് ആഘോഷപൂർവ്വം, നമ്മുടെ കൊച്ചിയിലും ഒക്കെ ഇത് കാണാറുണ്ട്. 10 ദിവസവും ആഘോഷിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ദേവിയുടെ വിവിധ ഭാവങ്ങളിൽ വരുന്ന ദേവിയെ നമ്മൾ ആരാധിക്കുകയും ആ മൂർത്തിയെ നമ്മൾ അവിടെ ആരതി നടത്തുകയും ആരാധിക്കുകയും ചെയ്തതിന് ശേഷം, പൂജകൾ കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ സാന്നിധ്യത്തിൽ അവിടെ മുന്നിൽ തന്നെ വലിയ പന്തലൊരുക്കിയും അല്ലാതെയും ഓപ്പണായിട്ടുള്ള പ്രദേശങ്ങളിലും എങ്ങനെ ഈ ഗർബ ഡാൻസ് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ വന്ന് പങ്കെടുക്കുക, അതിൽ ദേവിയുടെ അനുഗ്രഹം കൊള്ളുക എന്നുള്ളതാണ് പ്രാധാന്യം. ഏറ്റവും നന്നായി പ്രത്യേക വേഷങ്ങൾ ഇതിനൊക്കെ ഉണ്ട് ഈ ഗർബ ഡാൻസ് ഫോമുകൾക്ക്. അതനുസരിച്ചുള്ള വേഷവിധാനത്തോടു കൂടി വന്ന് ഡാൻസ് ചെയ്ത് ദേവിയെ പ്രസാദിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ച് തന്നെ നമ്മളത് ചെയ്യുക എന്നതാണ്. അപ്പം ഇത് വളരെ നന്നായി ആഘോഷപൂർവ്വം ഇന്നും നോർത്ത് ഇന്ത്യൻ നഗരങ്ങളിൽ, നമ്മുടെ മെട്രോ നഗരങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിലും കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ആഘോഷവേളയിൽ മോദിജിയുടെ ഈ ഒരു അറ്റംപ്റ്റിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാം. കാരണം അദ്ദേഹം പല പ്രസംഗങ്ങളിലും പറയാറുണ്ട്, നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള മുന്നേറ്റം ഒരു രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിനോട് ഒപ്പം തന്നെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടാലും അവരുടെ ആഘോഷങ്ങൾ, അവരുടെ സ്പിരിച്വാലിറ്റി അത് ഉന്നത നിലവാരത്തിലെത്തിക്കണം എന്നുള്ളത്. ഈ നവരാത്രി ആഘോഷവേളയിൽ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ് അംബെ മാതാ.